നിങ്ങൾക്ക് പറഞ്ഞതിനൊക്കെ തമാശ കളി എന്ന് പറഞ്ഞാൽ പറ്റുമോ? ധാരാണ് ഇരിക്കണേ, ധാരാ ഇരിക്കണേ. തലേണേ എവിടെ? ഹലോ, ഇവിടെ ഇരുന്നായിരുന്നു ആ പെണ്ണ്. ഏതുകൊണ്ട് പടച്ചറപ്പൻ ഇവിടെ ഒരു പെണ്ണിരുന്നായിരുന്നു. ഇന്നത്തെ ഞങ്ങൾ വന്നേ. പരീക്ഷ കളിക്കാൻ നിക്കല്ലേട്ടെ. ഇവിടെ എവിടെ പെണ്ണെവിടെ? എന്റെ പൊന്നാര ജോസിട്ട് നിങ്ങൾ ഇന്നൊന്ന് വിശ്വസിക്കില്ല. ആദ്യം പൊണ്ണെ കാണിച്ചിട്ട് ഇത് നമ്മള് കുടിക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള നമ്പറാണ്. എന്ത് വർത്താനം അടിച്ച് പറഞ്ഞേ? നിങ്ങൾ കുടിക്കാതിരിക്കാൻ ഓരോ വർത്താനം പറഞ്ഞേ. പിന്നെ പെണ്ണ് അവിടെയാണ് നീ പറ. ഇവിടെ ഇരുന്നിരുന്ന് അന്നാണ് ഇവിടെ ഇരുന്നിരുന്ന്. ഇവിടെ ഇരുന്ന് ഞാൻ കണ്ടാണ്. എന്താണ് എഴുതി വെച്ചാണ്? എന്തേ? ഞാൻ പോകുന്നു പരീത് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. സോറി. അല്ല ഇവിടെ ആളെ കാണണ്ടേ? പേപ്പറാണ് വെളിവേട് പറഞ്ഞിട്ട് ഈ സമയത്ത് ഓരോ വർത്താനം തമാശ. അപ്പുറത്ത് നോക്കിയേ. പടച്ചറപ്പൻ ഇവിടെ ഇരുന്നാണ് ഒരു പെണ്ണ്. ഇത് കണ്ടിട്ടാണ് വന്നത്. ഹലോ ഹലോ, എവിടെ എന്താണ്? ഹലോ, നമ്മളെ കുടിപ്പിക്കരുതേ. ഹലോ മാസുട്ടി ഒന്ന് നോക്കണം. ഇവിടെ എങ്ങനെ കണ്ടെന്നാ പറഞ്ഞത്? എങ്ങനെ കണ്ടെന്നാ പറഞ്ഞത്? ഞാൻ ഇവിടുന്ന് ഞാൻ അടുക്കളയും റബ്ബന്നെ സത്യം. ഞാൻ ഇവിടുന്ന് നടന്നു പോയില്ലേ? നടന്നു മുമ്പ് ഈ ഇതിങ്ങനെ വെച്ചേക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ആരാണ് വെച്ചപ്പോ വായേട്ടാ ഇന്നെ. അപ്പൊ പരീക്ക് ഇങ്ങനെ പതുക്കെ നടന്നു വന്നപ്പോ അവള് ഓടിച്ച്. പിന്നെ എന്നോടൊക്കെ വർത്താനം പറയാൻ നിൽക്കണേ കേൾക്കണ്ടോ? അപ്പൊ ഇപ്പോഴും തമാശ കളിക്കാൻ കേട്ടോ. ഞാൻ വയറ്റിൽ കിടക്കട്ടെ. അടുക്കളയിൽ ഈ തമാശ കളിക്കാൻ പറ്റില്ല. പരീക്ക് ഇവിടെ ആളെവിടെ വെറുതെ ആയിരുന്നു പറയാൻ. ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ എങ്ങനെ ഞാൻ പറഞ്ഞു എങ്ങനെ വിശ്വസിപ്പിക്കും? ഞാൻ എന്താണ് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്ത് ചെയ്യൂ? എന്ത് പെണ്ണുണ്ട് ഇവിടെ. പെണ്ണുങ്ങട് കയറി വന്നാൽ ഞാനൊക്കെ പോകേണ്ടി വരും ഇവിടുന്ന്. എന്തെങ്കിലും ഭ്രാന്ത് പിടിപ്പിക്കണേ. എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. നോക്കാട്ടോ. അതെ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നീ വെറുതെ പൊട്ടനാക്കിയ പറഞ്ഞ മനസ്സിലാവില്ല. ആയിക്കോട്ടെ നോക്കാം. എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും. സമാനപ്പെട്. പരീക്ക വിളിച്ചിട്ട് സമാനപ്പെടും. വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ വേണ്ടെങ്കിൽ അവിടെ കാണണ്ടേ? അവിടെ പടച്ച റബ്ബന്റെ സത്യം എന്നെ വിളിച്ചല്ലേ? എടാ നിനക്ക് തോന്നിയതാണ് ഇത് പറഞ്ഞില്ലേ? തോന്നിയതാണ്. എന്തിച്ച് പറഞ്ഞേ? ഇക്ക് അങ്ങനെ തോന്നണേ. അല്ലാതെ പിന്നെ ആളെ കാണണ്ടേ? പരീക്ക അവിടെ എല്ലായിടത്തും നോക്കിയില്ല. നമ്മളെ ഒരു സാധനം കണ്ടില്ല. ഇക്ക് ഇപ്പോഴും സംശയം. ഓള് അവിടെ എവിടെയെങ്കിലും കട്ടലിന്റെ അടിയിൽ എങ്ങാനും ഉണ്ടോ നോക്ക്. കട്ടിലിന്റെ അടിയിലല്ലേ ഞാൻ കയറി തലയിട്ട് നോക്കിയത്. ഇനിയിപ്പോ എവിടെ നോക്കാം ബാക്കി. നിങ്ങളെന്ത് വിശ്വസിക്കാത്ത? വിശ്വസിക്കണമെങ്കിൽ ഈ സാധനത്തിനെ കാണണ്ടേ? അല്ല അപ്പൊ നീങ്ക കാഴ്ച മക്കളാവ് പോവില്ല? എന്തിനു കാഴ്ച മക്കളെ പോണു? നീ ഇവിടെ ഉണ്ടല്ലോ. அத நாங்க எல்லாரும் சேர்ந்து தான் போயிருக்கோம்னு நினைச்சேன். வீடு பூட்டி இருக்கும்போது எப்படி சாப்பிடுறதுன்னு டென்ஷன் அடிச்சுட்டு வந்துட்டு இருந்தேன் நான். എന്തായി പണി? அது சீக்கிரம் முடிஞ்சிச்சு. அங்க ஒரு பழைய மேசை இருந்தது. அதுல நான் திருப்பி போட்டு அந்த காலு நாலு இருக்குதுல்ல, அதுல இப்படி பழைய வச்சு மூடுறதும் கோழி கூட ஆயிடுச்சு. പൈസ എടുക്ക്. പൈസ அல்ல பொண்ணுங்களும் பிள்ளைகளும் இங்க இல்ல. நீங்க 3 பேரும் தனியே இருக்குது. ഇങ്ങ என்ன നടക്കുது? കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് എടുത്തു വെക്കല? ഇല്ല, അത് കഴിഞ്ഞു. കുറച്ചില്ലേ ഉള്ളൂ. പണിക്ക് പോയില്ലേ? കയ്യിലെ കാശ് இருக்குதா പറഞ്ഞിട്ട് പൈസ நான் இந்த ட்ரெஸ் எல்லாம் மாறிட்டு வரேன். ட்ரெஸ் எல்லாம் மாறிட்டு வரேன். ஒன்னு ஆர்டர் பண்ணு. അത് ശരി. പോ. അതെങ്ങാനും അറിഞ്ഞപ്പോ ഇവിടെ റേഡിയോയില് അബദ്ധം പറ്റി. ഞങ്ങളായിട്ട് ഒരാളോട് പറയൂല. എനിക്കൊന്നും പറ്റിയല്ല. ഞാൻ കണ്ടാണ് ഇപ്പൊ അവിടുന്ന്. അതെ, ഞാൻ ഒരു ആളോടും പറയില്ല. സത്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ നാളെ പുറത്തു പോണ്ടി വരും. അതുകൊണ്ട് നീ പറയണതാണ് ശരി. ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഞാൻ ഒന്നും സംഭവം ഇല്ല ഇവിടെ. പെണ്ണുമില്ല. എന്താണ്? சரியில்லை அழியாது. பொம்பளைங்களாத்த டைம்ல தண்ணி அடிக்கிறதெல்லாம் சகஜம். ஆனா இந்த மாதிரி நீஜ வேலை செய்யக்கூடாது யாருமே. എന്ത് ഉണ്ട மாதிரி ഒരു മാനം കെട്ടവന്റെ പെങ്ങളെ കല്യാണം பண்ணிட்டேன்னு நான் இப்ப வருத்தப்படுறேன். ഈ കാര്യം അത് പറയാ. இது சரியா? இது എന്ത് ശരി? அந்த பொண்ணு எது? பொண்ணா? நம்ம வீட்டுக்குள்ள இருக்கிற அந்த பொண்ணு எதுன்னு ഞാൻ പറഞ്ഞില്ലടാ. അവിടെ പെണ്ണുണ്ടെന്ന്. എന്തെങ്കിലും വിശ്വസിക്കാൻ
അവിടെ പെണ്ണ് ചുണാവൊന്നുമില്ല. ഞങ്ങൾ തന്നെ പറയാനാണ്. അപ്പൊക്കെ മനസ്സിലായി. അത് ശരി, നിങ്ങൾ ഇവിടെ പെണ്ണുങ്ങളില്ലാത്ത സമയത്ത് രണ്ടാളും കൂടി ഒപ്പിച്ച പണിയതില്ലേ? எனக்குதான் മനസ്സിലായി. ഇപ്പൊ എന്നെ பார்த்தது நீ மானியனாയി நடிக்க வேணாம். பெம்பளங்க இல்லாத டைம்ல 3 பேர் சேர்ந்து வீட்டுக்குள்ள ஒரு பொண்ணை கொண்டு வந்திருக்கீங்களே. ഞാൻ പറഞ്ഞടാ ഞങ്ങളോട്, ഞാൻ പറഞ്ഞില്ല ഞങ്ങളോട്. இங்க வா காமிக்கிறேன். இங்க வா இங்க வா. இருந்தது എവിടെടാ? இங்க ബേഗ நான் பார்த்ததில்ல. இங்க தான் அந்த பொண்ணு இருந்தது. എവിടെ പെണ്ണ്? ഇതിപ്പോ എങ്ക പോണത്? നോണ പറയാൻ നിൽക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, ഇനി നിങ്ങൾ രണ്ടാളും കൂടി ചോനം കൂടി പൊട്ടനാക്കി എടുത്തിട്ടോ. ഞാൻ കണ്ടു പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിച്ചില്ല. ഇതെന്തോ പ്രശ്നം ഇവിടെ ഉണ്ട്. ആ പെണ്ണ് ഇവിടെ நான் பார்த்தல. ശരിയാണ് എന്നാ നോക്ക്. ഇതൊക്കെ ഭ്രാന്താണെന്ന് നിനക്കാ. நான் பார்த்ததில்ல. இங்க எங்க போகுது? ഹലോ ஐயா இங்க இருக்கு பாரு ஒண்ணு பாரு. நீங்க தானே இல்லன்னு சொன்ன பாரு. നീ ആരാണ്? എന്താണ് പ്രശ്നം? ചേട്ടാ എന്നെ കൈവിടല്ലേ. ആരാണ്? അതെ ഇങ്ങോട്ട് നിന്റെ വീടാണിത്. നിന്റെ വീട് എന്താ ഇവിടെ? എനിക്കവിടുന്ന് അതെ, ആര് പറഞ്ഞാ നീ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആരും ഇല്ല. നടക്ക്. ഞാൻ പോവില്ല, കൊന്നാലും പോവില്ല. ആര് വിളിച്ചിട്ടാണ് നീ വന്നത് ഇവിടെ? ആര് വിളിച്ചിട്ടാ വന്നതെന്ന് പറയേ. പോവല്ലേ അതെ ഇല്ല, പേടിപ്പിക്കല്ലേ. എനിക്കറിയില്ല. അതെ ഞങ്ങള് നീ പറയുന്നത് കേട്ടപ്പോ മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചായനോട് പറ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇച്ചായൻ പരിഹരിക്കാം. ആര് പറഞ്ഞിട്ടാ മോള് നീ മര്യാദക്ക് പോവാണെങ്കിൽ മര്യാദക്ക്, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ ഇവിടുന്ന് പുറത്ത് ഇറക്കി വിടേണ്ടി വരും. അതുകൊണ്ട് താനെ തല്ലി പൊട്ടിക്കോ. ഞാനവരുടെ ക്ഷമ കെട്ട് തുടങ്ങിട്ടോ. தெரியாது என்ன நடிப்படாது എന്താണ് ഈ പറഞ്ഞോണ്ട് வெறுതെ என்ன முட்டாளாக்காத. இந்த பொண்ணு எப்படி வந்து எனக்கு தெரியும். നിനക്ക് എങ്ങനെ தெரியும்? என்னடா இந்த மாதிரி எல்லாம் பண்ணலாமா நீங்க? എന്താണ് നീ കാര്യം അറിയണ പറയല്ലേ? என்ன ഞാൻ ഇയാളുടെ മുഖത്ത് കുച്ചൊക്കെ ഒന്ന് ഓർക്കൂട്ടോ. ഭാര്യ വന്നതെല്ലാം കഴിയുമ്പോൾ മുതലേ தெரிஞ்சிருக்கணுമല്ലേ? പിടിച്ചു പുറത്തേക്ക് நீங்க இப்படி சாரி கடிக்காத. என்ன பண்ணணும்னு எனக்கு தெரியும். நீங்க கம்முனு എന്തെങ്കിലും ഒന്ന് சரி ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ. കുട്ടി എന്താ ആവശ്യം? എന്താണ് എനിക്ക്? എന്താ കായൊല്ലു വേണോ? എന്താ ആവശ്യം? എന്താണ് എന്താ ഇവിടെ ഇരിക്കണേ? അതെ, എന്തിനാ വന്നതെന്ന് പറയണേ. എന്താ ഉദ്ദേശം പറയ്. എവിടുത്താരിയാണ്? ஹலோ மல்லி, நான் துரையண்ணன் பேசுறேன். நீ ரசியும் சீக்கிரம் வீட்டுக்கு வா. நீங்க இல்லாத டைம்ல இங்க வாசுட்டி ஜோசுட்டி பரிங்குட்டி சேர்ந்து தண்ணி அடிச்சிட்டு இருந்தது. அப்புறம் நான் உள்ள போய் பார்த்தா உள்ள ஒரு பொண்ணு இருக்குது. நான் கையோட புடிச்சிட்டேன். சீக்கிரம் வா. എന്റെ റസിയ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഇതാണ് ഇവിടെ കാണുന്ന പോലെ. എന്താ ചെയ്യണത്? നീ ആരാണെന്നൊന്നും പറയണേ. 2 കുടുംബം കലങ്ങണെന്ന്. 2 കുടുംബം അല്ല, 3 കുടുംബം കലങ്ങ പോகுது. നിന്റെ പൊണ്ടാട്ടി ഞാൻ കൂപ്പിട இந்த மாதிரி தண்டித்தனம் ചെയ്താ പിന്നെ എന്നാ? നിന്റെ ആവശ്യം എന്താ വെച്ചാൽ അത് പറയണേ. മല്ലിക എവിടുന്ന് വന്നിറങ്ങി പടച്ചറപ്പ കുടുംബം
ഇത്തിരി വെള്ളം എളുപ്പം മല്ലികേ. മൂഞ്ചിരി തള്ളി എനിക്ക് വലിയ അടിക്ക് മല്ലികേ മല്ലികേ മല്ലി ഒന്നുമില്ല എണീക്ക്, എണീക്ക്. എന്താ നിനക്ക്? അത് മോളെ മോളെ സോറി എൻ്റെ മോള് എൻ്റെ മോളാണ് കേട്ടോ. സുഖമില്ലാത്ത കുട്ടിയാണ്. അവളെ കൊണ്ട് ആശുപത്രിയിലോട്ട് പോണ വഴിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയതാ. ഇവിടെയൊക്കെ ഒരുപാട് ഞങ്ങൾ തിരക്കി. ഇവിടെ അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയാണ് പറഞ്ഞത് ഒരു കുട്ടി ഇങ്ങോട്ട് ഓടി കയറുന്ന കണ്ടു എന്ന്. അവളാണോ ഇതെന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞങ്ങൾ. കണ്ട ഇപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ലാന്ന്. അവൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയെങ്കിൽ ക്ഷമിക്കണം. ഇല്ല, വയ്യാത്ത ഞങ്ങൾക്ക് അറിയില്ല, ആരെന്താന്ന് അറിയാത്ത കാരണം ഒരു ഇടങ്ങറുണ്ടായി, അതാണ്. ഓ ശരിയാന്ന് എളുപ്പം കൊണ്ടുപോയിക്കോ. അപ്പൊ ഞങ്ങള് സന്തോഷം ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ, കുട്ടികളൊക്കെ സുഖമില്ലാച്ചിങ്ങനെ. ഇപ്പൊ സമാനായ എനിക്ക് എന്തെങ്കിലും അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് അടച്ചങ്ങോട്ട് ആക്ഷേപിച്ചോ. അതെ, ഇതിനൊക്കെ കാരണക്കാരെ ഈ ഒരു ഒറ്റ കുരുത്തം കട്ടവനാണ്. ഇതിലിപ്പോ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും അർഹത ഉണ്ടെങ്കിൽ എനിക്കേ ചെയ്യാൻ പറ്റും.